ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ വർക്ക് ചെയ്യുന്നതിൻ്റെതല്ല, നമ്മൾ വർക്ക് ചെയ്ത് കൊറിയർ അയച്ചതിന് ശേഷം എനിക്ക് ചിലർ പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 2 ലക്ഷം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്പറുള്ളത് കൊണ്ടുകൂടിയായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബാലൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഫോട്ടോ കൊറിയർ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അഡ്വാൻസ് ഞാൻ ആദ്യം മേടിക്കലുണ്ട്. ആദ്യമൊന്നും അഡ്വാൻസേ മേടിക്കാറില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഈ സമൂഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ബിസിനസ്സുകാരിയാണെന്ന്. കണ്ണൻ ഒരിക്കലും ബിസിനസ് ആവരുത് എന്നൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയാൻ എനിക്ക് അത്ര പോലും ഇഷ്ടമല്ലായിരുന്നു. കണ്ണനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ലായിരുന്നു. പക്ഷേ സമൂഹം നമുക്ക് നമ്മളുടെ ആത്മാർത്ഥത തിരിച്ചു തന്നെന്ന് വരില്ല. അപ്പോൾ ഫോട്ടോ വരച്ചതിന് ശേഷം വേണ്ടാന്ന് പറയുക, അങ്ങനെയൊക്കെ കളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ അഡ്വാൻസ് മേടിക്കൽ തുടങ്ങിയത്. നമുക്കൊരു ഉറപ്പിൻ മേലും അതിനേക്കാട്ടിലും ഉപരി എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഷോപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ മേടിക്കുമ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലായിട്ട് ഇഷ്ടം പോലെ ഫോട്ടോ, കണ്ണൻ്റെ ഫോട്ടോ കിട്ടുമെന്ന്. അതൊന്നെങ്കിൽ ആരെങ്കിലും വരച്ചിട്ട് പ്രിൻ്റ് എടുത്ത സാധനമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കണ്ണനായിട്ട് വെച്ചിട്ടുള്ള അങ്ങനത്തെ, അല്ലാതെ വരച്ച് വെച്ചതൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. പക്ഷേ ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ, ഞാനൊരു വ്യക്തിക്ക് എന്ന് കരുതിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നേരെ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ ഫോട്ടോ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ ഫോട്ടോ വരച്ച് തുടങ്ങുമ്പോൾ എനിക്കറിയാം അത് ഇന്ന ആൾക്കാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടേത് അളവിനായിട്ട് നമ്മൾ ഡ്രസ്സ് അടിച്ചിടുന്നതും റെഡിമെയ്ഡ് പോയിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതും രണ്ടും രണ്ടല്ലേ. അതേപോലെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ ആ ഒരു വ്യക്തി മേടിച്ചിട്ടില്ലെങ്കിൽ മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിക്ക് അറിയാമല്ലോ ഞാൻ ആ വ്യക്തിക്കല്ല വേറൊരാൾക്ക് വരച്ചതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റിലെ വിഷമം വരഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിന് ഒരു ഉറപ്പിന്മേലായിട്ട് ഞാൻ അഡ്വാൻസ് മേടിക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് പോണം ഞാൻ 60 കോടിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ സാധാരണക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഫോട്ടോ മേടിക്കുന്ന ആൾക്കാരും സാധാരണക്കാരിലുള്ള ആൾക്കാരായിരിക്കും. ഇവർ ചിലർ പറയും അവർക്ക് സാലറി കിട്ടാൻ വൈകും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറയാറ്. അപ്പം ഞാൻ വിചാരിക്കുക, എന്തിനാണ് ഞാൻ ഇങ്ങനൊരു ബിസിനസ് രൂപത്തിൽ പോകുന്നത്? അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ലേ അവർ അങ്ങനെ പറയുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ കൊറിയർ ചെയ്യല്. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒരു മാസവും കുറേയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ ഞാനതങ്ങ് വിട്ടേക്കലാണ്. കാരണം അങ്ങനെ അവർ കണ്ണനെ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനെനിക്കിപ്പോൾ ഇത് കണ്ണൻ തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേയ്മെൻറ്റ് ഫുള്ള് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കൊറിയർ ചെയ്യാറ്. ഇനി മുമ്പോട്ട് നമുക്ക് ദൈവം ഓരോരോ അനുഭവങ്ങൾ തരുന്നത് എന്തിനാണെന്നറിയോ? ലൈഫിൽ ലോങ് നമുക്കതൊരു പാഠമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുന്നോട്ട് ഞാൻ ആര് തന്നെ ആണെങ്കിലും ബാലൻസ് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമേ ഞാൻ കൊറിയർ അയക്കുള്ളൂ. കാരണം അത്രയ്ക്ക് ഉറപ്പില്ല. ഞാൻ ഇപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും എന്നുള്ളൊരു വീടിൻ്റെ ഒരു സ്വപ്നമുള്ളത് കൊണ്ട് നല്ലോണം ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ഒരു വർക്ക് കഴിഞ്ഞത് 3 മണിയായിട്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെയും വരയ്ക്കാനിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ഞാൻ തീർത്തെടുത്തത്. ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എത്രയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ, ഇവരൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ജോലിക്കും എൻ്റെ ജോലിക്കും ആരുടെ ജോലിക്കാണെങ്കിലും കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടില്ലാത്തൊരു ജോലിയുമില്ല. ആ കഷ്ടപ്പാടിൻ്റെ വില അറിയുന്ന ആൾക്കാർ തന്നെ നമ്മൾ പറ്റിക്കപ്പെടുന്ന സമയത്ത് പോട്ടെ, അത് ആ വഴിക്ക് വിട്ടേച്ചത്. അപ്പം എൻ്റെ ഒരു സങ്കടം പറഞ്ഞതാണ്. ഈ 2 ദിവസം മുമ്പ് എനിക്ക് അങ്ങനെ പിന്നെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു മറുപടി പോലും അവർ തന്നിട്ടില്ല. അവരുടെ വൈഫിനെ വിളിച്ചപ്പം വൈഫ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇതും കിട്ടൂല എന്നുള്ളത്. അപ്പോൾ വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത്. ഇനി നിങ്ങളൊക്കെ പറയും പോലെ മുമ്പോട്ട് ഞാൻ ഈ പറഞ്ഞതോളം ബാലൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇതെൻ്റെ ചോറാണ്. പലരും പറയുന്നത് എനിക്ക് ബിസിനസ്സാണെന്നാണ്. ബിസിനസ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വരെ
ഇന്നലെ രാത്രി എനിക്ക് ആ ഒരു വീഡിയോ ഇടാനും പറ്റില്ലായിരുന്നു. അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ട് തന്നെയാണ് മക്കളെ ഞാനിത് ചെയ്യുന്നത്.